ഹായ്, വെൽക്കം ടു ലെക്ചർ നോട്ട്സ് ബൈ ആദി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന കരുത്തുറ്റ ഒരു പമ്പ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ രക്തം എത്തിക്കുക എന്നതാണ് ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം. മനുഷ്യ ഹൃദയത്തിന്റെ ഘടന പരിശോധിച്ചാൽ അതിൽ പ്രധാനമായും 4 അറകളാണുള്ളത്. മുകളിലത്തെ 2 അറകളെ ഏട്രിയ എന്നും താഴത്തെ 2 അറകളെ വെൻട്രിക്കിൾസ് എന്നും വിളിക്കുന്നു. ഹൃദയം താളാത്മകമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രക്തചംക്രമണം നടക്കുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം ഹൃദയത്തിലെത്തുകയും അവിടെ നിന്ന് അത് അതിവേഗത്തിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഹൃദയത്തെക്കുറിച്ച് കൗതുകകരമായ ചില കാര്യങ്ങളുണ്ട്. സാധാരണയായി ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അയാളുടെ ഒരു കൈപ്പിടിയുടെ അത്രയും വലിപ്പമേ ഉണ്ടാകൂ. ഇത് നെഞ്ചിന്റെ മധ്യഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിന്റെ താഴ്ഭാഗം നേരിയ രീതിയിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കും. ഒരു ശരാശരി മനുഷ്യനിൽ ഹൃദയം മിനിറ്റിൽ 70 മുതൽ 80 തവണ വരെ തുടിക്കുന്നു. ഒരു ദിവസം കൊണ്ട് ഏകദേശം 7500 ലിറ്റർ രക്തം പമ്പ് ചെയ്യാനുള്ള ശേഷി നമ്മുടെ ഹൃദയത്തിനുണ്ട്. ഇന്നത്തെ കാലത്ത് ഹൃദയാരോഗ്യം വലിയൊരു വെല്ലുവിളിയാണ്. ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന ധമനികളിൽ തടസ്സമുണ്ടാകുന്ന കൊറോണറി ആർട്ടറി ഡിസീസ്, ഉയർന്ന രക്തസമ്മർദ്ദമായ ഹൈപ്പർ ടെൻഷൻ, ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിലക്കുന്ന അവസ്ഥയായ ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്നിവയാണ് പ്രധാന രോഗങ്ങൾ. കൂടാതെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്ന അറിത്മിയ, ആവശ്യത്തിന് രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്ത ഹാർട്ട് ഫെയിലിയർ എന്നിവയും ഹൃദയത്തെ ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥകളാണ്. ആരോഗ്യമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഊർജ്ജസ്വലമായ ജീവിതം നയിക്കാൻ സാധിക്കൂ. കൃത്യമായ വ്യായാമം, എണ്ണമയമില്ലാത്ത സമീകൃതാഹാരം, മാനസിക സമ്മർദ്ദം കുറക്കൽ എന്നിവയിലൂടെ നമുക്ക് ഹൃദയത്തെ സംരക്ഷിക്കാം. പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുന്നതും ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്.